ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ അച്ഛയുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ആകെ വിഷമത്തോടെ നിന്നു. തമാശ എല്ലാവരും കേൾക്കെ തൻ്റെ തീരുമാനം അറിയിച്ചു. എന്തായാലും ഈ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാത്തവരുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഞാനും എൻ്റെ ഭാര്യയും പോകുന്നില്ല. എത്രയെന്ന് വെച്ചാ എല്ലാം കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കാനാവുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ഇടയ്ക്കെങ്കിലും പ്രതികരിച്ചു പോവില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത അർച്ചനയോട് വിളിച്ച ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ അജയൻ്റെ അമ്മായിയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അമ്മാവനെ ഡിസ്ചാർജ് ചെയ്തു. നാളെ DGPയെ കാണാനുള്ള അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് പറയാനാ മോളെ വിളിച്ചത്. അജയന്റെ കാര്യം പറയുന്നതോടൊപ്പം ഇദ്ദേഹത്തിനുണ്ടായ ഈ അപകടത്തെക്കുറിച്ചും ഇതിനും ഞങ്ങൾക്ക് സംശയമുള്ള കാര്യം അദ്ദേഹത്തോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും അർച്ചന ചോദിച്ചു, അല്ല ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന ഞാൻ കൂടെ വരണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ തനിച്ചു പോയി, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോളോട് ഇക്കാര്യം പറയണമെന്ന് തോന്നി, അതാ വിളിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, സൂക്ഷിക്കണം, ഇക്കാര്യം ഒരു കാരണവശാലും ആരും അറിയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ അജയന്റെ അമ്മായി പറഞ്ഞു, അറിയാം മോളെ, ഞാൻ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അജയന്റെ അമ്മായി ഫോൺ വെച്ചു. അപ്പോഴാണ് അടുത്ത് നിന്ന കമലെടുത്തി എന്താ കാര്യം എന്നറിയാനായി ആശങ്കയോടെ അരികിലേക്ക് എത്തിയിട്ടും സത്യാവസ്ഥ വെളിപ്പെടുത്താതെ കമലെടുത്തിയോട് ഒന്നും മിണ്ടാതെ അർച്ചന നിൽക്കുന്നു. പിന്നീട് അവന്തികയും ധനുഷും കൂടി അവർക്കായി കാത്തു നിൽക്കുന്ന മിന്നൽ ബിജുവിന്റെ അരികിലേക്ക് എത്തി. മിന്നൽ ബിജുവിനോട് ഇരുവരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അവന്തിക പറഞ്ഞു, എന്തായാലും നിന്നെ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞത് ധനുഷ് ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കും, അതിന് നീ കൃത്യമായി ആ ജോലി ചെയ്യണം. ആ കാര്യം പറയാനാണ് ഇപ്പോൾ ഞങ്ങൾ കാണാനെത്തിയത്. ഉടനെ ധനുഷ് മിന്നൽ ബിജുവിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ച ജോലി നീ വളരെ കൃത്യമായും ഭംഗിയായും ചെയ്തു. അതെന്തായാലും കൊള്ളാം, അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവുമുണ്ട്. പക്ഷേ വളരെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചെറിയൊരു പാളിച്ച സംഭവിച്ചു. അതുകൊണ്ടാണ് കേസ് അന്വേഷണവും മറ്റുമായി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്ന ജോലി കുറച്ചുകൂടി ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഇപ്പോൾ നടന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധയോടെ, ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഭംഗിയായിട്ടാണ് ഇപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്. അതോടൊപ്പം തന്നെ ഇനി ഞങ്ങൾ പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ വിവാഹത്തിന് എതിരെ നിൽക്കുന്ന സച്ചി എന്ന് പറയുന്ന, അർച്ചന എന്ന് പറയുന്നവരെയാണ് ഇനി ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് അവന്തിക പറഞ്ഞിരുന്നല്ലോ. അതിൽ സച്ചിയുടെ ഫോട്ടോയും അവന്തിക അയച്ചു തന്നിരുന്നല്ലോ. ആ ഫോട്ടോയിലുള്ള സച്ചിദാനന്ദ് എന്ന് പറയുന്ന അവനെ ഒരു ദിവസത്തേക്ക്, അതായത് എൻ്റെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ അവനെ കിഡ്നാപ്പ് ചെയ്ത് വെക്കണം സുരക്ഷിതമായിട്ട്. അത് മറ്റാരും അറിയാനും പാടില്ല. അതുകൊണ്ട് എൻ്റെ വിവാഹം കഴിയുന്നത് വരെ മാത്രം അവനെ ഒന്ന് കിഡ്നാപ്പ് ചെയ്ത് വെക്കണം. അതാണ് നിനക്ക് ഞാൻ തരുന്ന ഡ്യൂട്ടി. അത് നീ വളരെ ഭംഗിയായി ചെയ്യണം, വളരെ ശ്രദ്ധയോടെയും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും, കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതും ഉടനെ മിന്നൽ ബിജു പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം സർ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ രണ്ടാമത്തെ സഹോദരനാണെന്നല്ലേ സാറ് പറഞ്ഞതെന്ന് എനിക്കങ്ങനൊരു തോന്നൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാളെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടാൽ, അയാളെ കാണാതായാൽ പിന്നെ എങ്ങനെയാണ് വിവാഹം നടക്കുക എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ധനുഷ് പറഞ്ഞു, അതെ, അക്കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ട്രിക്കുകളും എനിക്കറിയാം. മാത്രമല്ല ബിജു ഇത് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. എന്തായാലും ഈ ഭൂലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടന്മാരാണ് ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നെല്ലിശ്ശേരിയിലുള്ള ആൺതരികൾക്കൊന്നും തന്നെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് എന്ത് പറഞ്ഞാലും അവരങ്ങ് വിശ്വസിച്ചോളും. അക്കാര്യത്തിൽ ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് എന്ന് ധനുഷ് പറഞ്ഞു. അതുകൊണ്ട് വിവാഹമൊക്കെ നടത്തേണ്ടത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധയോടെ ചെയ്യണം, അത് അങ്ങനെ നടപ്പിലാക്കുകയും വേണം. അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് ധനുഷ് പറഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങൾ ബിജുവിന് നൽകുമ്പോൾ അവന്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അവന്തിക
ഫോണിൽ സംസാരിക്കാനായി അപ്പുറത്തേക്ക് മാറുന്നു. ആ സമയത്ത് ഫോണിൽ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബിജുവിനോട് ധനുഷ് പറഞ്ഞു, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയാൽ നീ പ്രതീക്ഷിക്കുന്നതിലും വലിയ എമൗണ്ട് ആയിരിക്കും നിനക്ക് ഞാൻ ഇതിനുള്ള പാരിതോഷികമായി തരാൻ പോകുന്നത്. എന്താ, നിനക്ക് സന്തോഷമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞു, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ സച്ചിദാനന്ദ് എന്ന് പറയുന്ന ആളുടെ പ്രസൻസ് കൊണ്ട് ഒരു കാരണവശാലും ഈ വിവാഹം മുടങ്ങാൻ പോകുന്നില്ല. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. സാറിന്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് അവന്തിക അപ്പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നിലേക്ക് നോക്കിയപ്പോൾ ധനുഷും ബിജുവും തമ്മിലുള്ള സംസാരം കണ്ടു. ഉടനെ തന്നെ ധനുഷ് തന്റെ കയ്യിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ പണം അത് ബിജുവിന് കൊടുക്കാൻ തുടങ്ങുന്നത് കണ്ടതോടെ അവന്തിക ഫോൺ കട്ട് ചെയ്തു. ഉടൻ തന്നെ ബിജുവും ധനുഷുമായിട്ടുള്ള ബന്ധം തന്റെ മൊബൈലിൽ ഒരു വീഡിയോയായി എടുക്കുന്നു. ധനുഷ് ബിജുവിന്റെ കയ്യിലേക്ക് ആ പണം നൽകുന്നത് തന്റെ മൊബൈൽ വീഡിയോയായി പകർത്തിയെടുക്കുകയാണ് അവന്തിക. ഇതൊന്നും കാണാതെ ധനുഷ് ബിജുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും എല്ലാം ഭംഗിയായി നടത്തിയണം എന്നതിന് നിർദ്ദേശവും നൽകുകയും ധനുഷ് പണം കൊടുത്തതിന്റെ സന്തോഷത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ അവന്തിക ആ വീഡിയോ തന്റെ മൊബൈൽ എടുത്തിട്ട് അത് ധനുഷ് അക്കാര്യം കാണാത്തതിന്റെ സന്തോഷത്തിൽ അവന്തിക മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു തെളിവ് എന്റെ പക്കൽ ഇരുന്നോട്ടെ, നീ ഒരിക്കലും എന്നെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണിത് എന്ന് ധനുഷിന് ഒരു ചെറിയൊരു കുരുക്കിട്ടതിന്റെ സന്തോഷത്തിൽ അവന്തിക ധനുഷിനെ വിളിച്ച് അവിടെ നിറങ്ങുന്നു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ വിവാഹത്തിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് സംസാരിക്കാനായി സേതുമാധവൻ വീട്ടിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. അവിടേക്ക് വന്ന് നിൽക്കുന്ന നന്ദനും സച്ചിയും അർച്ചനയും അവന്തികയും അനഘയും സ്നേഹയും എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, നാളെ കഴിഞ്ഞ് മറ്റന്നാള് സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹമാണ്. അതുകൊണ്ട് തന്നെ മറ്റന്നാള് വരാൻ അസൗകര്യമുള്ള പല ആളുകളും നാളെ നമ്മുടെ ഈ വീട്ടിൽ എത്തിച്ചേരും. അതുകൊണ്ട് അവർക്ക് ഈ വീട്ടിൽ തങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിരിക്കണം. നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരതിഥികൾക്കും നമ്മുടെ വീട്ടിലെത്തിയതിന്റെ പേരിൽ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകരുത്. അതിവിടെ താമസിച്ചാലും അതെ, അവരുടെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ നിൽക്കണം. പിന്നെ നാളെ മുതൽ വിവാഹ കാര്യത്തില് എല്ലാം തിരക്ക് ആയതുകൊണ്ട് തന്നെ നന്ദൻ മാത്രം പോരാ. നാളെ മുതൽ സച്ചിയും ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു. നാളെ മുതൽ സച്ചിയും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് സേതുമാധവൻ പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ സച്ചി പറഞ്ഞു, ഇല്ല ചാ, എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഓഫീസിൽ നിന്ന് പോന്നാൽ അത് ശരിയാവില്ലല്ലോ. ഇപ്പോ നന്ദേട്ടനില്ല, സന്ദീപില്ല, ധനുഷുമില്ല, അനൂപേട്ടനും ഇല്ല. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് മാറി നിന്നാൽ അവിടത്തെ കാര്യം ആകെ പ്രശ്നത്തിലാവും എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഈ വിവാഹ കാര്യത്തിൽ നിന്റേതായ ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? നീ എന്താ വിവാഹത്തിൽ പങ്കെടുക്കില്ലെന്നാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, എല്ലാവരിലും ഒരാളായി ഞാനും ഉണ്ടാകും എന്ന് സച്ചി മറുപടി നൽകിയപ്പോൾ നന്ദൻ ചോദിച്ചു, അങ്ങനെ എല്ലാവരിലും ഒരാളായാൽ മതിയോ? നീ അങ്ങനെ ഒരു ബന്ധം മാത്രമേ നിനക്ക് സ്നേഹമായിട്ടുള്ളോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ സച്ചി നന്ദന്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അതിന് ഞാനും നന്ദേട്ടനും മാത്രമല്ലല്ലോ, ഒരാൾ കൂടി ഉണ്ടല്ലോ, സ്നേഹയുടെ സഹോദരനായിട്ട് സന്ദീപ്. അവനെ എന്താ ഇങ്ങനൊരു ചർച്ച ഇവിടെ നടത്തുമ്പോൾ പോലും അവനെ വിളിക്കാതിരുന്നത്, അവനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു, ഞാൻ അവനെ വിളിച്ചതായിരുന്നു, അവന് പക്ഷേ വരാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവിടെ ആതിരയ്ക്ക് എന്തോ ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റോ ഉണ്ട് എന്നാണ് അവൻ മറുപടി നൽകിയെന്ന് പറഞ്ഞതും ശശി ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഈ വിവാഹം നടത്തണമെന്ന് എന്താ ഇത്ര വാശി? ഈ വിവാഹം ഇനി കുറച്ചു നാൾ കൂടി കഴിഞ്ഞ് നടത്തിയാൽ പോരെ? അന്നും ഈ വിവാഹം എല്ലാവർക്കും സന്തോഷത്തോടെ നടത്താമല്ലോ. അത് മാത്രമല്ല, ഇന്ന് ഈ വിവാഹം നടത്തി ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്തിയേ തീരൂ എന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നതിന്റെ കാരണം എന്താ? ഇവിടെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്ദീപും അവന്റെ ഭാര്യയും ആതിരയും ഉണ്ടാവേണ്ടതല്ലേ? അവർ മാത്രമാണോ അച്ഛനെ പോലെ തന്നെ സ്നേഹയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള അതേ അവകാശമുള്ള ആളാണ് അർച്ചനയുടെ അച്ഛനമ്മമാരും? അപ്പൊ പിന്നെ അവർ പോലും ഇല്ലാത്ത, ഇത്രയും ആളുകൾ എല്ലാവരും ഇല്ലാത്ത ഈ വിവാഹം നടത്തണമെന്ന് എന്തിനാ ഇത്ര നിർബന്ധം? അതുമല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ വിവാഹം ഇത്ര വേഗം നടത്തിയെടുക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെയുള്ളവർ അവരവരുടെ വാശിക്കും താല്പര്യത്തിനും അനുസരിച്ച് വിവാഹം നടത്താൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അതിന് നിന്ന് തരണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച് സച്ചി നന്ദനോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് നിന്ന് അവന്തിയെ പറഞ്ഞു, അത് ശരി, എനിക്ക് അപ്പോഴേ മനസ്സിലായി, നീ ഈ വിവാഹത്തിനെതിരാണല്ലോ. നീ ഇപ്പൊ പറഞ്ഞ ആളുകൾ ആരും തന്നെ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ സംസാരിക്കുമെന്നും എനിക്കറിയാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ
അത് കേട്ട് നിന്ന അനഘ ചോദിച്ചു, ചേച്ചി പലവട്ടം സച്ചിയിടം പറഞ്ഞിട്ടുള്ളതല്ലേ, അവർ സംസാരിക്കുന്നതിനിടയിൽ ചേച്ചി കയറി സംസാരിക്കരുതെന്ന്. ചേച്ചിക്ക് ഇനി അത് മനസ്സിലായില്ലേ? അവരവരുടെ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യം ചേച്ചിക്കില്ല. ചേച്ചിയോട് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ലേ എന്ന് അനഘ അവന്തികയെ ചോദിച്ചു. അവന്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നന്ദൻ സച്ചിയോട് പറഞ്ഞു, സന്ദീപിനെ മനഃപൂർവ്വം മറന്നു കളഞ്ഞതല്ല ആയിരുന്നെ. സന്ദീപ് അല്ലെങ്കിലും എന്തിനാണ് ആതിരയുടെ അടുത്ത് അങ്ങനെ നിൽക്കുന്നത്? ആതിര പ്രസവത്തിനായി പോയതല്ലേ, അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ ഇതുപോലെ ആതിരയോടൊപ്പം അവിടെ നിൽക്കണമെന്ന് സന്ദീപ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം പറയുവാനുള്ളൂ. നാളെ എല്ലാവരും ഈ വീട്ടിലുണ്ടാവണം. സന്ദീപിന് ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന പലരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ വിവാഹത്തിന് ശേഷം ധനുഷിന്റെ വീട്ടിലും ടീ പാർട്ടിയും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ധനുഷും സ്നേഹയും ഈ വീട്ടിൽ ഉണ്ടാവണമെന്നത് നിർബന്ധമാണ്. അപ്പോഴേക്കും നന്ദൻ സച്ചിയോട് പറഞ്ഞു, എന്തായാലും ഈ വിവാഹത്തിൽ നിന്ന് എല്ലാവരും പിന്മാറുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും ആലോചിച്ചല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് വിവാഹം നടത്തുന്നത് എന്നുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, സച്ചിയും സന്ദീപും പറയുന്ന കാരണങ്ങളല്ല ഈ വിവാഹം നടത്താൻ ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. സച്ചിയും സന്ദീപും നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ സത്യം അതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഇന്നിവിടെ വിവാഹം നടത്താനായി ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം, ആതിരയുടെയും കൂടി സാന്നിധ്യം ഈ വിവാഹത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചതാണ്. അതിനെക്കുറിച്ച് ജോത്സ്യനോടും സംസാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ മുഹൂർത്തത്തിൽ ഈ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വിവാഹത്തിനുള്ള സാധ്യതയില്ല എന്നാണ്. പിന്നീട് ഈ വിവാഹം നടക്കുകയില്ല എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. അതുകൊണ്ടാണ് ഈ മുഹൂർത്തത്തിൽ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും പങ്കെടുത്താലും ഇല്ലെങ്കിലും വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചതെന്ന് നന്ദൻ അറിയിച്ചു. സേതുമാധവനും അതിനെ അനുകൂലിച്ച് പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു, അത് ശരി, അപ്പോ ഈ വീടിന് ദോഷമുണ്ടാകുമെന്ന് പറഞ്ഞ് ആ ജ്യോത്സ്യനല്ലേ? സത്യത്തിൽ എനിക്ക് പുച്ഛം തോന്നുകയാ നന്ദേട്ടനും അച്ഛനും ഒക്കെ ആ ജ്യോത്സ്യനെ ഇങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നതിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നന്ദേട്ടാ, അയാൾ പറഞ്ഞത് ഈ വീടിന് നാശം ഉണ്ടാകാൻ പോകുന്നു എന്നല്ലേ. ഇനി അഥവാ ഒരു കാര്യം കൂടി നന്ദേട്ടൻ മനസ്സിലാക്കിക്കോ, ഈ വീട്ടില് ഉണ്ടാകാൻ പോകുന്ന അനർത്ഥങ്ങള് ഈ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന ആ അനർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ അതിനേക്കാൾ ഉപരി സംഭവിക്കാൻ പോകുന്നത് ഈ വിവാഹം തന്നെ ഒരു അബദ്ധവും മണ്ടത്തരവുമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ഈ വിവാഹത്തെ ചൊല്ലി വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകുമെന്നും ജീവൻ ആപത്ത് വരെ സംഭവിക്കുമെന്നും തന്നെ പറയുമ്പോൾ അതിനു മുൻപ് തന്നെ ഈ കുടുംബത്ത് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുകയാണ്. സച്ചിയുടെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോഴേക്കും ഉടൻ തന്നെ സ്നേഹ സച്ചിയോടൊന്ന് പോയി കഴിയുമ്പോൾ നന്ദനോടും മറ്റുമായി പറഞ്ഞു, നന്ദേട്ടാ, എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഈ വിവാഹം മറ്റ് ആരൊക്കെ ഇതിനോട് എതിർപ്പ് കാട്ടിയാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ വിവാഹം എന്തായാലും നടക്കണം. ഈ നിൽക്കുന്ന അച്ഛൻ്റെ മകൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്തിയേ തീരൂ. അവർക്കൊക്കെയുള്ള അതേ വാശി എനിക്കുമുണ്ട് ഈ വിവാഹക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിവാഹം നടത്തിയേ തീരൂ. ഈ വിവാഹത്തിൽ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എനിക്ക് ഇനി ആരൊക്കെ ഇതിൽ നിന്ന് മാറി നിന്നാലും അവരാരെയും ഇനി വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അതിന് നന്ദേട്ടനും അച്ഛനും ഒന്നും തന്നെ ആരെയും നിർബന്ധിക്കുകയും വേണ്ട. എല്ലാവർക്കും എനിക്ക് അവരോടുള്ള സ്നേഹം തിരിച്ച് അവർക്ക് എന്നോടും ഉണ്ടാവേണ്ടതല്ലേ. അവർക്ക് ഞാൻ അവരുടെ അനുജത്തിയാണെന്നുള്ള ചിന്ത അവർക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നന്ദേട്ട വെറുതെ അവരോട് ഈ വാശി പറയുന്നത്? അതുകൊണ്ട് ഈ വിവാഹം മറ്റാര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വിവാഹം നടത്തിയേ തീരുവെന്ന് പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോകുമ്പോൾ അർച്ചന ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആതിര തൻ്റെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെയും മറ്റും ഒക്കെ ആഗ്രഹം പോലെ തന്നെ ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാതെ പോവുകയും വിവാഹത്തിൽ സന്ദീപ് പങ്കെടുക്കാതിരിക്കുന്നതിനെ കുറിച്ചോർത്ത് ആകെ നിരാശയോടെ ആതിര ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് സന്ദീപ് എത്തുന്നു. സന്ദീപ് വന്ന ഉടൻ തന്നെ ആതിര സന്ദീപിനോട് പറഞ്ഞു, സന്ദീപേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് സന്ദീപിന് ദേഷ്യം തോന്നരുത്. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഞാൻ എന്തിനാടോ തന്നോട് ദേഷ്യം കാട്ടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ.
പിന്നെ താൻ പറയാൻ പോകുന്ന കാര്യം അത് ഈ കുടുംബത്തുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യം തന്നെയായിരിക്കുമല്ലോ. ആരോടും ഒരു വിരോധവും വിദ്വേഷവും ഒന്നും കാട്ടാതെ നമുക്ക് സന്തോഷമായി ജീവിക്കണമെന്ന് മാത്രമല്ലേ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തുള്ളവരെല്ലാം സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എന്നിട്ടും അവര് ഈ വിവാഹം ഇപ്പോൾ നടത്തിയേ തീരുവെന്ന് വാശി പിടിക്കുകയല്ലേ. അത് കേട്ട ആതിര പറഞ്ഞു, സന്ദീപേ, ഇപ്പോൾ കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും എനിക്ക് നിലവിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് വളരെ സമാധാനത്തോടെ വേണം സന്ദീപ് ഞാൻ പറയുന്നത് കേൾക്കാൻ. ഈ വിവാഹം നടക്കാതെ പോയാൽ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്ന് സന്ദീപ് ആഗ്രഹിക്കുന്ന പോലെ സന്ദീപ് വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആ വീട്ടിലുള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സന്ദീപിനോട് ഞാൻ പറയുന്നത്, തൽക്കാലം എൻ്റെ കാര്യം ഒഴിച്ച് സന്ദീപ് പോകാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ എൻ്റെ ഒപ്പം അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. പക്ഷേ സന്ദീപ് ഇന്ന് ആ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ സന്ദീപിനോടുള്ള ദേഷ്യവും വിഷമവും ഒക്കെ ജീവിതകാലം മുഴുവൻ അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് സന്ദീപിനെ ഒരു നിർബന്ധപൂർവ്വം ആതിര അറിയിച്ചു. അത് കേട്ട സന്ദീപ് പറഞ്ഞു, ആതിരെ, താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സമയത്ത് ഇവിടെ ഈ വിവാഹം ഉടൻ തന്നെ നടത്തണമെന്നിങ്ങനെ വാശി പിടിക്കുന്നത് അവരല്ലേ? സത്യത്തിൽ ഞാനല്ലല്ലോ വാശി പിടിക്കുന്നത്. 1-2 മാസം കൂടി ഈ വിവാഹം നീട്ടിവെച്ചാൽ എന്താ പ്രശ്നം? അതിനുശേഷം വിവാഹം നടത്തിക്കൂടെ? പക്ഷേ ഇപ്പോ ഈ സമയത്ത് ഈ വിവാഹം നടത്തിയേ തീരൂ എന്നത് അവരുടെ വാശിയാണ്. അപ്പോൾ വാശി പിടിക്കുന്ന അവർക്ക് മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കണമെന്നാണോ ആതിരെ താൻ പറയുന്നത്? എന്തായാലും എനിക്ക് എൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള എൻ്റെ സ്നേഹത്തിൽ യാതൊരു മാറ്റവുമില്ല. എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്ന എൻ്റെ കുഞ്ഞ് വരാൻ പോകുന്ന ദിവസം, ആ കുഞ്ഞിനെ കാണാനുള്ളതാണ് മറ്റെന്തിനേക്കാളും വലിയ കാര്യമായി ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കരുതുന്നതും. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ കാണുക എന്നുള്ള ആ ആഗ്രഹം സഫലമാക്കുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ അതിനു വേണ്ടി തയ്യാറാകുന്നതും. എന്തായാലും ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ശരി, എൻ്റെ വീട്ടുകാർക്കാർക്കും ഇവിടെയുള്ളവർ പറയുന്നത് പോലെയുള്ള വിഷമ സങ്കടമൊന്നും ഞാൻ ചെല്ലാത്തതിൻ്റെ പേരിൽ അവിടെയില്ല. ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് എന്നെയും ധനുഷിനെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ അവരോട് ചോദിച്ചാൽ ഞങ്ങളിൽ ആരെയാണ് ആ കുടുംബത്തിന് വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ എന്നെ വേണമെന്നും സന്ദീപിനെ വേണമെന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല. അതാണ് ആ കുടുംബത്തുള്ള ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കാതിരുന്നാലും നടന്നാലും ശരി, ഞാനിതിൽ പങ്കെടുക്കുകയില്ല എന്ന് സന്ദീപ് ആതിരയോട് വീണ്ടും ആവർത്തിച്ച് അറിയിക്കുന്നു.